മഹാമായേ ശക്തി മഹാശക്തി പടകാളി ഭദ്രകാളി അമ്മേ അമ്മേ അമ്മേ. ആനപ്പുറത്തേറിക്കഴിഞ്ഞാൽ വനത്തിട്ട് തീരും വരെ ഈ മന്ത്രമൂളിയുടെ വീശി നിർത്തരുത്. ഇല്ല. വിളംബരം കേട്ട് കഴിഞ്ഞാൽ നിന്ന നിൽപ്പിൽ നിന്ന് എടുത്ത് ചാടരുത്. ഇല്ല. ഞങ്ങൾ 4-5 പേർ ആനപ്പുറത്തേറി മരിച്ചു കഴിയുമ്പം ആന നന്നേ കുഴയും. എടുത്ത് കടകം പിടിച്ചൊരു തീ മൂടി നീട്ടി 4 വീശി ആകാശവും ഭൂമിയും പേടിച്ചു വിറയ്ക്കും. രാജകുമാരിയെയും കൊണ്ടിങ്ങ് പോരും. മാക്കം, നീ എന്താ ഒരുങ്ങാത്തത്? ഞാൻ വരുന്നില്ല അങ്ങനെ. ദേഹം മുഴുവനും വല്ലാത്ത ചൂട്. ആങ്ങളെ പോയി ജയിച്ചു വരെ. ആദ്യമായി പോന്നിറങ്ങുന്നയാൾ ഉപ്പംകൊട്ടപ്പന്റെ തിരുനടയിൽ ഒഴുകിച്ചു വരും. പെരുവഴി കിടന്ന് ചാകാൻ പിറന്നവനാണ് ആരോമണി. അവൻ മുന്നം കയറി നശിക്കട്ടെ. ആനപ്പുറത്തേറി വലത്തിട്ടാലും ഇല്ലേലും മരിച്ചു വീണാലും ഇല്ലേലും മറ്റാന പാപ്പാന്മാർ ക്ഷേത്രവളത്തിനകത്ത് വന്നുകൂടാ, ആനയെ തൊട്ടുകൂടാ. ഇനി ഇവനുമായി അംഗം വെട്ടാൻ ഇടയില്ലെന്നാണ് തോന്നുന്നത്. സത്യം, അവൻ മരിച്ചോളൂ. ചന്ദ്രപ്പന്റെ ഒരു തുള്ളി ചോര പൊടിയാതെ ഇപ്പോഴേ നമ്മൾ അംഗവും ചെയ്യും. ഒന്നാം വലുപ്പം അമ്മാവ, ഈ മാതിരി മൂളിക്കോൽ അവനും അതാ സദ്യക്കുട്ടി ഞാനും ഓർക്കുന്നത്. വീണത് തന്നെ. ക്ഷമിക്കണം രാജകുമാരി, ഇന്നേക്ക് 4-ാം നാൾ അങ്കത്തെട്ടിൽ വെച്ച് ഒരു പോരാളിയുമായി അംഗം വെട്ടേണ്ടവനാണ് ഞാൻ. ചിലപ്പോൾ രാജകുമാരിയെ ഒരു വിധവയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത്. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണം? തമ്പിക്കുട്ടി, അരുത്. ഒരു രാജപുത്രിയിൽ മാത്രം ജീവിതം ഒതുക്കരുത്. നിങ്ങൾ അതിലും എത്ര വലിയ മനുഷ്യനാണ്. നമ്മൾ വിചാരിച്ചാൽ ആ കൊട്ടാരം ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് തറയ്ക്കും. ധൈര്യമായിരിക്കും. ചന്ദ്രപ്പനാണ് പറയണത്. അമ്മാവന് അങ്ങനെ ബുദ്ധിമോശം വരണതല്ല കുട്ടി. ഇതിലും വലുതേതോ വരാനിരുന്നെന്ന് കരുതും. പക്ഷേ ആ രാജകുമാരി
എന്റെ നമ്പിക്കുട്ടിയുടെ കാൽക്കൽ വന്ന് വീഴും. എങ്ങനെ? ഇന്നും കഴിഞ്ഞ നാളെ അങ്കത്തട്ടിൽ ആ പെണ്ണിന്റെ പുരുഷൻ ഭീരുവായ ആരോമുണ്ണി എന്റെ അനന്തരവൻ ചന്ദ്രപ്പന്റെ കാൽക്കൽ മരിച്ചു വീഴും. ജയിച്ച് ആർക്കും കുരവയുമായി നമ്മൾ ഇങ്ങെത്തും. അടുത്ത നാഴികയ്ക്ക് കോലശ്രീരാജന് കുരുമാനമയക്കും. ആ രാജകുമാരിയെ പൂത്താല മകമ്പടി സേവിച്ച് ഈ പഠിപ്പുരവാദികൾ കൊണ്ടുവന്ന് നിർത്തും എന്റെ നമ്പിക്കുട്ടിക്ക് മാനരാസ. പറയൂ പറയൂ. രാജാവ് നമുക്ക് അടിയറ പറഞ്ഞില്ലെങ്കിൽ ആ ക്ഷണം ഇവിടെ നിന്ന് പടനയിക്കും. രാജ്യം നമ്മുടെ കയ്യിൽ. അതോടുകൂടി എന്റെ നേർപ്പങ്ങൾ മാക്കത്തിന് പുടവ് കൊടുത്ത് അനുഗ്രഹിക്കുകയും വേണം. നിശ്ചയമായി. എന്താ മുഖം ഇന്നും പ്രസാദിക്കാത്തത്? കുമാരി ചിരിപ്പിച്ചിട്ട് വേണം എനിക്ക് അംഗത്തിന് പോകാൻ. സ്വല്പം നീങ്ങി നിൽക്കണം. അങ്ങനെ തൊടൂലേ? ഇല്ല കുമാരി, ജയവും തോൽവിയും തീരുമാനിക്കുന്നത് ധീരനായ പുരുഷനെ ആഗ്രഹിക്കുന്ന സ്ത്രീ ഇതൊക്കെ സഹിക്കണം. തീരാത്ത വില കൊടുത്താലേ തോരാത്ത ധീരത കിട്ടുകയും. കുമാരി, മധുവിധ മോഹം കൊണ്ട് അന്തി ഉറങ്ങിയിട്ട് ഞാൻ അംഗത്തിന് പോയാൽ തിരിച്ചു വന്നില്ലെങ്കിൽ? ഈശ്വര, അങ്ങനെ പറയരുതേ. അംഗം കുറിച്ചവർക്ക് അതേ ഓർമ്മ വരികയുള്ളൂ. ഇന്നു മുതൽ ഞാൻ അംഗത്തിന് പോകുന്നവരെ മറ്റാരും കയറാത്ത ഒരു പൂജാമുറി എനിക്കൊരുക്കി തരും. ക്ഷമിക്കണം. പുടവ തരുന്നതിന് മുൻപ് നിന്റെ അറയിൽ കാലുകുത്തിയത് ശരിയല്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് അംഗം നോറ്റിരിക്കുമ്പോൾ. മനസ്സിലായി. അറിവ് കൂടുന്നവർക്കാണ് തെറ്റേറുന്നത്. അതെ അതെ അതെ, കൂടുതൽ അറിവുകൾ നേടാൻ അന്തമില്ലാത്ത തെറ്റുകൾ ചെയ്യേണ്ടി വരും. അങ്ങ് തന്നെ ഒരു തെറ്റിന്റെ സന്തതിയല്ലേ? സത്യം. മാക്കം, നീ ഒരു ഗുരുവിനെ പോലെ സംസാരിക്കുന്നില്ല. നിന്നെ ഭാര്യയായി കിട്ടുന്ന ഞാൻ ഭാഗ്യവാനാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ ഉറച്ചോ? മാക്കം, വേദനയാണ് എന്റെ ജീവിതത്തിലെ സമ്പാദ്യം. ജീവിതത്തിൽ കുറച്ചു മാത്രമേ ഞാൻ സന്തോഷിച്ചിട്ടുള്ളൂ. നിന്നെ ആദ്യമായി ഞാൻ കണ്ടപ്പോൾ, നിന്റെ ആങ്ങള സ്ഥാനമാനങ്ങൾ തന്നെ സ്വീകരിച്ചപ്പോൾ, നിന്നെ എനിക്ക് വിവാഹം ഉറപ്പിച്ചപ്പോൾ. ചന്ദ്രപ്പ, പേര് വിളിച്ചതുകൊണ്ട് പരിഭവിക്കരുത്. സ്നേഹം കൂടുതലായാൽ തലമറന്ന് പലതും വിളിച്ചു പോകും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണമായി. എങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുമോ? നിശ്ചയമായും. ആരോമലുണ്ണിയുമായുള്ള അംഗം പിൻവലിച്ച് അദ്ദേഹത്തോട് മാപ്പ് പറയാമോ? മാക്കം, എന്താ സംശയിക്കുന്നത്? അങ്ങ് എന്തിനെന്റെ മുറിയിൽ കയറി വന്നു? അംഗത്തട്ടിലേക്ക് പോകുന്ന ഭർത്താവ് ഭാര്യയുടെ മുറിയിൽ കടക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണോ? വേണ്ട. പിന്നെ എന്തുകൊണ്ട് ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കുന്നില്ല? പറയുന്നു. കണ്ടില്ലേ നിങ്ങളുടെ പെറ്റ തള്ള പെട്ട പാട്, പടുന്ന പാട്. ധീരനായ പടയാളി, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഒരു സ്ത്രീയുടെ കൂടെ അന്തി ഉറങ്ങിയിട്ട് അംഗത്തിന് പോകുന്ന നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ? ആ സ്ത്രീ ഗർഭിണിയായെങ്കിൽ പ്രസവിച്ച് ഉരപ്പുരയിൽ കിടക്കണമല്ലേ? ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമല്ലേ? കൂടയിലാക്കി കോരപ്പുഴയിൽ ഒഴുക്കണമല്ലേ? എല്ലാ തെറ്റും സ്ത്രീക്ക്. ഒടുവിൽ നിങ്ങളെ പോലെ ദുരഭിമാനത്തിന്റെ വാടും പിടിച്ച് അവൻ അംഗം കുറിക്കണമല്ലേ? പോയി ചന്ദ്രപ്പൻ ഇപ്പൊ എവിടെ വരുന്നു? ഞാൻ അംഗം നോറ്റിരിക്കുന്ന ആളല്ലേ. മാക്കത്തിന്റെ ആശീർവാദം വാങ്ങാൻ പോയിരുന്നു. എന്നിട്ട് ആശീർവദിച്ചു? ആശീർവദിച്ചു. നല്ലത്.